രാവിലെ തന്നെ ഞാൻ പ്ലാവിൻ്റെ മൂട്ടിലുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉമ്മാക്ക് ചക്കയും കരുവാട് കറിയും തിന്നാൻ വേണ്ടി കൊതിയാകുന്നെന്ന് പറഞ്ഞ് ഉമ്മ എപ്പോഴും ജോലിയൊക്കെ ചെയ്തുകൊണ്ട് നടന്നിട്ട് ഇങ്ങനെ കിടപ്പായപ്പോഴത്തേക്കും ഉമ്മാക്ക് അത് പറ്റുന്നില്ല കേട്ടോ. അപ്പോൾ എന്ത് ആഹാരം കൊടുത്താലും ഉമ്മാക്ക് ഇഷ്ടപ്പെടുന്നുമില്ല. അപ്പോൾ ഉമ്മാരെ ഇഷ്ടത്തിന് വേവിച്ച് കൊടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാനും നാത്തൂനും കൂടി ഒരു ചക്കയൊക്കെ തട്ടിയിട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞപ്പോഴത്തേക്കും എന്താ നമ്മുടെ അമ്മക്കുട്ടിയാണെങ്കിൽ പച്ച ചക്ക തിന്നാൻ മുമ്പിൽ തന്നെ വന്ന് നിൽപ്പുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഈ ഇതിന് അരിഞ്ഞിടുന്നതിൻ്റെ ഇടയ്ക്ക് ഒരു 10-15 ചക്കയെങ്കിലും ഞങ്ങൾ അകത്താക്കിയിരിക്കും. അങ്ങനെ ചക്ക ഇന്ന് ആദ്യമായിട്ടാണ് കേട്ടോ കുരു ഇല്ലാണ്ട് അവിയൽ വെക്കുന്നത്. അങ്ങനെ കുരു ഇല്ലാണ്ട് അവിയലിനെല്ലാം അരിഞ്ഞെടുത്തിട്ട് ഉമ്മാക്കൊരു മധുരമിടാത്ത തണ്ണിമത്തൻ ജ്യൂസും അമ്മക്കുട്ടിക്ക് മധുരമിട്ടൊരു ജ്യൂസും തയ്യാറാക്കി കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമുക്കിന്ന് കിട്ടിയിട്ടുള്ള ചാളക്കരുവാടാണ് കേട്ടോ. അപ്പോൾ അതിനെ ഒന്ന് വെള്ളത്തിലോട്ട് കുതിർത്ത് വെക്കുക. എന്നിട്ട് നമ്മൾ ചക്ക അരയ്ക്കാൻ വേണ്ടി കാന്താരി മുളക് തപ്പി നടന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ മുറ്റത്തിരിക്കുന്ന കാന്താരിയിൽ ആകെ 5-6 കുഞ്ഞ് കാന്താരി ഉണ്ടായിരുന്നു. അപ്പോൾ അത് എരിവ് തികത്തില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഞാനാണെങ്കിൽ നമ്മുടെ ഒരു പച്ചമുളകും കൂടെ അതിലോട്ട് ചേർത്തിട്ടുണ്ട്. അങ്ങനെ അതെല്ലാം സെറ്റാക്കി അരച്ചെടുത്തത് അരപ്പൊക്കെ ഇട്ട് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് ഇങ്ങോട്ട് ഇറക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ അവിയൽ തയ്യാറായി. ഇനി അടുത്ത പരിപാടി കരുവാട് ക്ലീൻ ചെയ്യലാണ് കേട്ടോ. ചാള ആയതുകൊണ്ട് തന്നെ അതിൻ്റെ 4 സൈഡിൽ ഉലുമ്പുണ്ടല്ലോ, പിന്നെ അതൊക്കെ അങ്ങ് ചെത്തി കളയാനായിട്ട് വെള്ളത്തിലിട്ട് വെച്ചാൽ പെട്ടെന്ന് ഇളകി കിട്ടും. അങ്ങനെ അതെല്ലാം ഇളക്കി നല്ല വൃത്തിയായിട്ട് 4-5 വെള്ളം കഴുകി അങ്ങോട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു പീയനിക്കയും ഒരു കഷ്ണം പീയനിക്കയും ഒരു കായുടെ പകുതിയും കൂടെ ഇട്ടിട്ടുണ്ട് കേട്ടോ അരിഞ്ഞ്. അതൊക്കെ ഇട്ട് വെച്ചാലേ കരുവാട്ട് കറിക്ക് ഒരു ടേസ്റ്റ് ഉള്ളൂ. പിന്നെ ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ലല്ലോ, കാരണം കരുവാട്ടിൽ തന്നെ ആവശ്യത്തിന് ഉപ്പുണ്ട്. അങ്ങനെ കരുവാടെല്ലാം കൂടെ ഇട്ട് വെച്ച് നമ്മളിത് അടുപ്പത്തോട്ട് വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് കരുവാട്ട് കറിയെല്ലാം വെന്തു അടിപൊളിയായിട്ട് വന്നപ്പോഴത്തേക്ക് നമ്മൾ ആദ്യം തന്നെ ഉമ്മാക്ക് തന്നെ ചോറും ചക്കയും കരുവാട് കറിയായിട്ട് കൊടുത്തു കേട്ടോ. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ. ബൈ ബൈ.